അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫസീലയുടെ കാര്യം അത് ഷമ്മാസിൻ്റെ മനസ്സിലും ചെറിയൊരു വിഷമമുള്ളതാക്കി. അല്ലെങ്കിൽ ഇപ്പോൾ എന്തായിരിക്കും അവൾ എങ്ങനെ പറയുന്നത്? വേണ്ട, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. എൻ്റെ നവാസ്കയും മക്കളെ ഒരുപാട് വിഷമിപ്പിച്ച് പോയ പെണ്ണാണ് അവൾ. നമ്മളിപ്പോൾ എന്തിനാണ് അതിനെക്കുറിച്ച് ടെൻഷനാവുന്നത്? നുസി ഇക്ക, പിന്നെ നമ്മൾ ഒരുപാട് വിഷമിപ്പിച്ച് പോയതല്ലേ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇക്ക, അങ്ങനെയൊന്നുമല്ല, ഞാനൊരു സ്വപ്നം കണ്ടെന്ന് മാത്രം. ഇനിയിപ്പോൾ ഒരു പക്ഷേ തെറ്റുകളെല്ലാം ചെയ്തതായിരിക്കും ഫസീലത്ത. ഒരു പക്ഷേ പടച്ച റബ്ബ് ഇനി മറ്റേ വല്ലതും അവരുടെ ജീവിതത്തിൽ വിധിച്ചിട്ടുണ്ടെങ്കിലോ? അതല്ലേ 99 ആളെ കൊന്ന ഒരാൾ ചോദിച്ചല്ലോ ഒരിക്കൽ ഒരാളോട്, എനിക്ക് തൗബയുണ്ടോന്ന്. ഞാൻ 99 ആളെ കൊന്നിട്ടുണ്ട്, എനിക്ക് തൗബ ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ 100ാമത്തെ ആളാണ് ചോദിക്കുന്നത്. 99 ആളെ കൊന്ന നിങ്ങൾക്ക് തൗബയുണ്ടാകുക? എന്താ നിങ്ങളീ പറയുന്നത്? എന്നാൽ അത് പറഞ്ഞ സമയം തന്നെ അതാ അയാളെയും പിടിച്ചു കൊന്ന് 100 ആളെ കൊന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് തോന്നുകയാണ് എനിക്ക് നല്ലതായി ജീവിക്കണം, ഞാൻ ഇനി തൗബ ചെയ്താൽ പടച്ച റബ്ബൻ്റെത് സ്വീകരിക്കുമോ എന്നുള്ള ആ ഒരു സംശയത്തിനാണ് 99 ആളെ കൊന്നതിന് ശേഷം 100ാമത്തെ ആളോട് ചോദിച്ചത്. 100ാമത്തെ ആൾ, ഹേയ്, നിനക്ക് എങ്ങനെ തൗബ ചെയ്യാൻ പറ്റും? നിന്റെ തൗബ ആര് സ്വീകരിക്കും? 99 ആളെ കൊല്ലെന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ലല്ലോ. അങ്ങനെ 100ാമത്തെ ആളെയും കൊന്നിട്ട് അയാൾ നടക്കുകയാണ്. നടന്ന് പോകുമ്പോൾ അതാ വഴിയിൽ വെച്ച് അയാൾ മരണപ്പെടുകയാണ്. ഒരു നിമിഷം അതാ റഹ്മത്തിൻ്റെ മലക്കുകളും അദാബിൻ്റെ മലക്കുകളും അടിപിടി കൂടുകയാണ്. ഞങ്ങൾക്ക് വേണം ഇവനെ. അത് റഹ്മത്തിൻ്റെ മലക്കുകൾ പറഞ്ഞു, അവൻ്റെ മനസ്സിൽ അങ്ങനെ നന്നാവണം എന്നുള്ള ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ പടച്ച റബ്ബ് അത് സ്വീകരിക്കുന്ന ആ ഒരു ചിന്ത മനസ്സിൽ, അല്ലാ എനിക്ക് നന്നാവണം, ഞാൻ ഇത്രയും വലിയ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തല്ലോ റബ്ബേ, എനിക്ക് മരിച്ചു പോകേണ്ടതാണല്ലോ, എനിക്ക് നന്നാവണം അല്ലാ, എനിക്ക് തൗബ ഉണ്ടാവുമോ? അവൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നതുകൊണ്ടാണല്ലോ 100ാമത്തെ ആളോട് ചോദിച്ചത്, എനിക്ക് തൗബ ഉണ്ടാവുമെന്ന്. അങ്ങനെ 2 കൂട്ടർ മലക്കുകളും തമ്മിൽ അടിപിടിയാണ്, വഴക്കാണ്. ഞങ്ങൾക്ക് വേണം അവനെ. എന്നാൽ ഒരു നിമിഷം ഒരു മലക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അത് അളന്നു നോക്കാം, അവൻ്റെ ചിന്തകൾ, അവൻ നന്മയുടെ ഭാഗത്തേക്ക് നടന്നത് എത്രയാണ് എന്നുള്ളത്. അങ്ങനെ ആ ഒരു നിമിഷം തന്നെ അളക്കുകയും അദ്ദേഹത്തിന് അതാ നന്മയിൽ അദ്ദേഹം കൂടുതൽ നല്ല കാര്യങ്ങൾ ചിന്തിച്ച് തുടങ്ങുകയും ചെയ്തിരുന്നു. അങ്ങനെ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നുള്ള കഥ നമ്മളെല്ലാവരും അറിയുന്നതല്ലേ. ഒരു പക്ഷേ അവൾക്ക് നന്നാവാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ അതും നമ്മൾ കണ്ടറിയണം. ഒന്നും വേണ്ട, നവാസ്കയുടെ അടുക്കലും കൊണ്ടുവരണ്ട, മക്കളെ കണ്ടോട്ടെ, കുഴപ്പമില്ല. പക്ഷെ നവാസ്കയും സൗദിയും തമ്മിലുള്ള ആ ഒരു ജീവിതത്തിലേക്ക് ഇനി അവളെ വലിച്ചിഴക്കണ്ട, നമുക്ക് ജീവിക്കുവാനുള്ളത് കൊടുക്കാം അല്ലേ ഇക്ക? നല്ല കാര്യമാണത്. കാരണം അത്രക്കും കരഞ്ഞു പറഞ്ഞാണ് അവർ നമ്മുടെ പുത്തൻ വീട് തറവാട്ടിൻ്റെ ഗേറ്റിനരികിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടത്. ഇൻഷാ അല്ലാ നോക്കാലോ, നമ്മൾ ഒരാളെയും ഉപദ്രവിക്കണ്ട, നമ്മളെ ഭാഗത്തുനിന്ന് ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല, നമ്മളെല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം. എന്നാൽ ഐഷുമ്മയോട് ഈ കാര്യം പറയുവാൻ വേണ്ടി ഷമ്മാസ് പറയുന്നു, ഉമ്മ ആ മോനെ, എന്താടാ അപ്പം ഇമ്മത്തെ ചായ തരട്ടാ? അല്ലമ്മ, അതിനല്ല, ഇവിടെ ഇരിക്കി. എന്താടാ? ആ റുക്യാത്തൊക്കെ ഇപ്പോൾ വരും, മനകുട്ടി പറയ കാര്യം. ന്യൂസ് ഇന്നലൊരു സ്വപ്നം കണ്ടത്രേ. ഓള് നമ്മളെ ഫസീലത്ത കരഞ്ഞ് വന്നിരുന്ന് നമ്മളെ ഗേറ്റിൻ്റെ അടുത്തിരുന്ന് കരഞ്ഞ് ആകെ മുഷിഞ്ഞൊരു വേഷം ഇതൊക്കെ ധരിച്ച് നിൽക്കണ ഒരു രംഗത്തിലൊക്കെയാണ് അവൾ കണ്ടതെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നാര കുട്ടിയെ, ഉമ്മാൻ്റെ കുട്ടീനെ കുറിച്ച് ഞാൻ ആലോചിക്കില്ലേ, മനസ്സൊക്കെ പേടിയാണ് ഓളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ. എൻ്റെ നവാസ് നല്ലൊരു ജീവിതം ഇപ്പോൾ തുടങ്ങിയതല്ലേ, ഓല് ജീവിച്ചോട്ടെ നല്ല മട്ടത്തിന്, നമ്മളായിട്ട് ഇനിയിപ്പോൾ അത് കൊളാക്കണ്ടല്ലോ. എൻ്റെ ഉമ്മ, അതല്ലേ ഞാൻ പറഞ്ഞത്. അല്ല, എന്തോ ന്യൂസ് ഇങ്ങനെ പറയാം, എന്തൊക്കെയോ ഒരു വിഷമം നേരിട്ട പോലെ, ഏതൊക്കെയാവോ, എല്ലാവരും അടിച്ചില്ലേ. പൊന്നു മോനെ, വിശ്വസിക്കാൻ പറ്റില്ല, അവളെ പിന്നിൽ പല ആൾക്കാരും ഉണ്ടാവും, നമുക്ക് അതിലൊന്നും ഇടപെടാൻ പറ്റൂല മോനെ. എന്തെങ്കിലും ആയിക്കോട്ടെ, തേടി തെഞ്ഞ് പോകണോ? മനസ്സിക്ക് വിഷമം വേദനയും പ്രയാസമൊക്കെ ഉണ്ട്, കുറേ ഉപദേശിച്ചതുമാണ്. ഒന്നുമില്ല, കുട്ടികളെ അമ്മ പെറ്റത് അവൾ തന്നെയാണ്, ഒക്കെ ശരി തന്നെയാണ്, എന്താ ഇപ്പം ചെയ്യുക, പക്ഷെ പെരേക്ക് കയറ്റാൻ പറ്റൂല.
അങ്ങനത്തെ സ്വഭാവമാണ് അവളുടെ അടുത്ത്. കുറേ അനുഭവിച്ചാൽ എൻ്റെ കുട്ടിയെ അന്നെക്കുറിച്ച് തന്നെ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞുണ്ടാക്കീന്, നമുക്ക് ഓർമ്മയില്ലതൊക്കെ. അങ്ങോട്ട് അയച്ച് മെസ്സേജ് അയച്ച് ഫോൺ ചെയ്ത് അങ്ങനെ എങ്ങനെ അതാക്കി എത്രമാത്രം ഇടങ്ങാറാക്കീന്. അന്യ നുസൈബാനെ തെറ്റിക്കാൻ എന്തൊക്കെ കാട്ടിക്കൂട്ടീന്, നിങ്ങൾ കല്യാണം നടക്കാതിരിക്കാൻ എന്തൊക്കെ കാട്ടിക്കൂട്ടീന്. അതൊക്കെ ഒരു കാലൊക്കെ പഠിച്ചാൽ പുറത്ത് കൊടുക്കട്ടെ കേട്ടോ. അറിവില്ലായ്മ കൊണ്ട് കാട്ടിയതേക്കാരം. പക്ഷെ എന്നാലും ഉസ്താദിൻ്റെ ക്ലാസ് എങ്ങാനും കേട്ടിക്കണമെങ്കിൽ എല്ലാം തന്നെ തല പൊരുത്തി പിടിപ്പിച്ചാൻ വരും. അമ്മട്ടുള്ള ക്ലാസ്സല്ലേ എൻ്റെ പൊന്നാര കുട്ടിയെ എന്നോട് പറയാൻ. ആരുടെയും മനസ്സിൽ ഒന്നും കിട്ട്. പിന്നെ വല്ലാതെ കസ്വത്തുൽ കൽബുള്ളവരെ മനസ്സ് ഇങ്ങനെ പിന്നെയും ഇങ്ങനെ ഇതായിക്കൊണ്ട് നിൽക്കും. ഏതായാലും പഠിച്ചവനെ എവിടെയാണെങ്കിൽ നല്ല മട്ടത്തിൽ ജീവിക്കട്ടെ, അതെനിക്ക് പറയുള്ളൂ. ഒരാളും ഇടങ്ങാറാണ് ബുദ്ധിമുട്ടാണെന്ന് ഐഷുമാക്ക് ആഗ്രഹമില്ല. എവിടെങ്കിലും അവർ ജീവിച്ചോട്ടെ, നല്ല മട്ടത്തിന് ഇടങ്ങാറാവരുത്. പഠിച്ചവനെ ഇടങ്ങാറാക്കാതിരിക്കട്ടെ. ഓള് കാട്ടിക്കൂട്ടി കാര്യങ്ങളൊക്കെ ആലോചിച്ചുമ്പോൾ എൻ്റെ നവാസിൻ്റെ കണ്ണീരൊൾക്ക് തട്ടിയിട്ടുണ്ടാവും. അത്ര ഓനിട്ട് ഇടങ്ങാറാക്കിക്കണ്. എപ്പോഴും എന്നും ഒച്ചപ്പാടല്ലേ പിന്നെ കുട്ടികളെ തല്ലിയിട്ടും കുത്തിയിട്ടും അങ്ങനെ കുറേ ഇടങ്ങാറായിക്കണ്. ഒരേതും കാട്ടിക്കൂട്ടിയിട്ടും പിന്നെ ലാസ്റ്റ് ഉരുണ്ട് ഇറങ്ങി പോലും ഓളെ എന്തൊക്കെയാ പഠിച്ചോനറിയാം. അതിനെക്കുറിച്ച് ഇപ്പോൾ ഇല്ലായിട്ടൊരു സുഖമുണ്ട്. ശരിയാണ് ഉമ്മ, സമാധാനമുണ്ട്. പക്ഷെ നുസി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു മോനെ ഞമ്മക്ക് ദ്വാ ചെയ്യുക, എവിടെയാണെങ്കിലും നല്ല മട്ടത്തിൽ ജീവിച്ചോട്ടെ, ഒരാളും ബുദ്ധിമുട്ടാവണ്ട. എന്തേ? അതന്നെ ഉമ്മ, എന്തൊക്കെ തന്നാലും നവാസ്കിയോട് ഈ കാര്യമൊന്നും പറയണ്ട കേട്ടോ. നവാസ്കിയും സൗദി ഒന്നും അറിയണ്ട. ഗർഭിണിയായ സൗദത്തേക്ക് ഇതറിയുമ്പോൾ ഷോക്കായിരിക്കും. തൽക്കാലം അവരൊന്നും അറിയണ്ട. ഇനി അറിയുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. സത്യം പറഞ്ഞാൽ ഷമ്മാസും ഉമ്മയും മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുമായി നിൽക്കുകയാണ്. ഒരിക്കൽ പോലും നവാസ്കിയെ അറിയിക്കരുത്. പക്ഷേ മക്കളെ കാട്ടിക്കൊടുക്കുവാൻ ഒരു ചാൻസും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ, പക്ഷേ എവിടെ നിന്ന് പോയി തിരയും എൻ്റെ പൊന്നുമോനെ, എവിടെ പോയി തിരയാനാ? പെട്ടെന്നതാ റുക്യാത്ത് കയറി വരുന്നു. മക്കളെ അസ്സലാമു അലൈക്കും. റുക്യാത്ത് വന്നിക്കണ്. വഅലൈക്കും അസ്സലാം. ഇങ്ങോട്ട് പോരി റുക്യ. സമീറ എന്തേടി ചായം കടിയൊക്കെ ആയാ? റുക്യാത്ത ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇരിക്കി. ഇതാ അപ്പോൾ തന്നെ അവൾ ഉണ്ടാക്കി വെച്ച ഒരു പാൽച്ചായയും ചൂടുള്ള 2 പത്തിരിയും എടുത്ത് അവൾ കൊടുക്കണം. ഇതാ റുക്യാത്ത കുടിച്ചോളി. അല്ലാ ഇപ്പോഴത്തെ കാലത്തെ എന്തിരിക്കാത്ത ഒന്നുമില്ല. എൻ്റെ ആങ്ങളുടെ കുട്ടീനെ കല്യാണം നോക്കണ വർത്താനം അങ്ങനെ പറയണേ ഞാനേ. ഇപ്പം ഞാൻ പറഞ്ഞു നല്ലൊരു മൂല്യരുണ്ട് അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓൾക്ക് തൃപ്തിക്കുറവൊന്നുമില്ല. ഇനിയിപ്പോൾ മൂല്യരെ വർത്താനം എന്താ അറിയില്ല. തലേ ദിവസം നടന്ന കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഉസ്താദ്. പറഞ്ഞൊന്നും ഉമ്മയില്ലാത്ത എൻ്റെ കുഞ്ഞിനെ നോക്കുന്നൊരു പെണ്ണുണ്ട്, അവളെയാണ് ഞാൻ വിവാഹം കഴിക്കുന്നത് എന്നുള്ള കാര്യമൊന്നും റുക്യാത്ത പറഞ്ഞില്ല. എൻ്റെ പൊന്നാര കുട്ടിയെ എന്നോട് പറയാന് അല്ലേ, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ തൃപ്തി അതന്നെയാണേ. ഈ മൂല്യന്മാരും ഉസ്താദ്മാരും ഒരു വിധട്ടാ. മറ്റുള്ളവർക്ക് ഇപ്പോൾ ഫാഷൻ്റെതല്ലേ, പറ്റൂലല്ലോ. ഓൾക്ക് മൂല്യന്മാരും തങ്ങന്മാരും ഒന്നും പറ്റൂല. ഓൾക്ക് ഈ ഫ്രീക്കൻ ചെക്കന്മാരെ പറ്റുള്ളൂ. എന്നാലും ചില പെൺകുട്ടികളുണ്ട് അച്ചടക്കല്ലേ, ഓൾക്ക് ഇഷ്ടം മൂല്യന്മാരാണ്. കുറേ കായും പണമൊന്നും ഉണ്ടാവില്ല, എന്നാലും ഉള്ളവർക്ക് ഉണ്ടാവും ചെയ്യും. വയറ് പറഞ്ഞുണ്ടാക്കുന്ന മൂല്യന്മാർക്ക് നല്ലോണം വരാം. ഓർക്ക് നല്ലോണം ഉണ്ടാവും. പക്ഷെങ്കിൽ ഈ വെറും മൗരസും പള്ളിയായിട്ട് നിൽക്കുന്നവർക്ക് ഉണ്ടാവില്ല. വയറിറങ്ങുന്ന മൂല്യന്മാരൊക്കെ പെൺകുട്ടിയെ കിട്ടാനും പൂതിയാണ്. നല്ല കായും പണം ഉണ്ടാവും ചെയ്യും. പിന്നെന്ന് വെച്ചാൽ റുക്യാത്ത് എന്താ പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. റുക്യാത്ത് നിങ്ങൾ എന്താ പറയണത്? ഒന്നുമില്ലേ അല്ലേ, ചെറിയ പെൺകുട്ടികളുണ്ടാവുമ്പോഴേ വലിയവരൊക്കെ ഒന്ന് ഒഴിഞ്ഞു കൊടുക്കണത് നല്ലതാണ് അർത്ഥം. എന്താണ് റുക്യാത്ത പറഞ്ഞതിൻ്റെ പൊരുള്? അവളെ വെച്ച് എന്തോ പറഞ്ഞത് പോലെ നമുക്ക് തോന്നിയത്. എടീ പത്തിരി വാട്ടി വെച്ച് വിട്ടാനല്ലേ? പൽമ പരത്തിക്കണ? ഞാൻ ഒന്നും കിട്ട് പരത്തും. എനിക്ക് വെറും പ്രസ്സിൽ ചുരുണ്ട അത്ര ഇഷ്ടമല്ല, അമർത്തി ചുരുണ്ടത്. അതിങ്ങനെ ചെറുതായി വരും. ഞാൻ വെറുതെ ഒന്നിങ്ങനെ ഈ കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് പരത്തിയിട്ട് ചുട്ടെടുത്ത് നല്ല ടേസ്റ്റ്, നല്ല മഴയൊക്കെ ഉണ്ട് പത്തിരി. അവർക്കെല്ലാം പത്തിരി ഇടാൻ എനിക്ക് വയ്ക്കൂല്ലേ? എനിക്ക് പരത്തുന്ന ഇഷ്ടം. എല്ലാവരും പ്രസ്സിൽ ചുടുമ്പോൾ എനിക്കൊരു പൊറുതിയേടാണ്. ഞാനത് ഒന്നും കൂടി എടുത്തിട്ട് അങ്ങനെ ഒന്നും പൊടിയിട്ട് പരത്തിയിട്ട് എടുക്കും. അങ്ങനെ ആകുമ്പോൾ നല്ല വട്ടം കിട്ടും, നല്ല സോഫ്റ്റും ആയിരിക്കും. ഏതായാലും തിരക്കിടില്ല. റുക്യ അവിടെ തന്നെ ചായ പിടിച്ചായിരുന്നു. റുക്യ ഞാനടി എൻ്റെ സമീറാൻ്റെ ഒരു ഗ്ലാസ് ചായൻ്റെ ഉള്ളിൽ 2 പത്തിരി നിന്നിട്ട് പള്ള കാളാണ്. ഇപ്പോൾ ഷുഗർ ആയതുകൊണ്ട് പള്ള കാളും. ഷുഗർ ഉണ്ടായിട്ടേക്കും. എന്നാലും എനിക്ക് പാൽ ചായ മാണട്ടാ. കട്ടൻ ചായ ഞാൻ കുടിച്ചൂല. കട്ടൻ ചായ എനിക്ക് ഇങ്ങോട്ട് അരിവ് കൂടെ പോകാൻ പറ്റൂല.
പാൽ ചായ എത്ര മണിക്കൂർ പാട്ട ചായ ഞാൻ കുടിച്ചു. ഡോക്ടർ പറഞ്ഞു പാൽപ്പൊടി ഒന്നും ഇടരുത് എന്ന്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഇപ്പം ഞാനത് കുടിച്ചു. പിന്നെ എനിക്ക് പാലിറങ്ങുന്ന ചായൻ്റെ ഇങ്ങോട്ട് ഇഷ്ടംപോലെ കിട്ടിയെങ്കിൽ നല്ലോ അത് മോന്തും ചെയ്യും. റുക്കിയാത്താക്ക് ശരിക്കും നിരാശ വന്നിട്ടുണ്ട്. അതെ, അത് ഉസ്താദ് പറഞ്ഞ ആ ഒരു കാര്യം ഇന്ന് ഉസ്താദിനെ മുന്നിൽ പെടാനാവില്ല. ഉസ്താദ് ഒരു വാക്ക് എന്നോട് പറഞ്ഞത്, ഓ എൻ്റെ റബ്ബേ, നല്ലൊരു മൂല്യരല്ലെന്നൊക്കെ വിചാരിച്ചു ചോദിച്ചു നോക്കിയത്. അപ്പോൾ ഉസ്താദിൻ്റെ വാക്ക് ഞാൻ ചോദിച്ചൂലേ, ഇല്ലാത്തൊരു ഇതായിപ്പോയി. എന്നാലും ഈ പമ്പറന്നോളിപ്പോൾ ഇതിന് നിൽക്കണം, ഒരു കുട്ടി ഉണ്ടാവില്ല. പിന്നെ ഇപ്പം എന്തിനു കാര്യത്തിനാണ്? ഏതായാലും ഒന്നും കൂടി പറഞ്ഞു നോക്കാം ഉസ്താദിനോട്, കുട്ടികളും മക്കളൊന്നും ഇല്ലാത്തതൊക്കെ ഒന്ന് എന്നിട്ടൊന്ന് പിന്തിരിപ്പിച്ചാൽ നോക്കാം. ആ കിട്ടലൊന്നും ഉണ്ടാവില്ല, എന്നാലും മടിയില്ല. ശരിക്കും റുക്കിയാത്ത എങ്ങനെയെങ്കിലും ഉസ്താദിനെ തൻ്റെ ആങ്ങളയുടെ മരുമകനാക്കണം എന്നുള്ള ചിന്തയിൽ തന്നെയായിരുന്നു. ആയിഷോ, എന്താ പണി? ആ ആ ആ ഉമ്മയും മോനും കൂടി നല്ല ചർച്ചയിലാണല്ലോ. ആ ചർച്ചയൊക്കെ എങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ. ചർച്ച ചെയ്യാതിപ്പോൾ കാര്യങ്ങൾ നടക്കൂലല്ലോ. അല്ലടി, മൂല്യര് വയലിൽ നിന്ന് പോണ്ടേ? ആ പോണം. പോയാലിപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാതെ നിന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ എന്തെങ്കിലും ഒരു നല്ലത് കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കണം. ആടീ, എനിക്ക് എൻ്റെ മനസ്സൊക്കെ ഇങ്ങോട്ട് എന്തൊക്കെയേ ഇങ്ങോട്ട് ആയിരുന്നു. ഞാൻ അങ്ങനെ വിചാരിച്ചു, റബ്ബേ ഇനി ഒരാളെ പറ്റിയൊരു കുറ്റം കുറവ് ഞാൻ നോക്കൂല്ല, പറയില്ല എന്ന്. എൻ്റെ മനസ്സൊക്കെ ഇങ്ങോട്ട് തട്ടിപ്പോയി. എന്നാലും എടി എനിക്ക് ഞാൻ എൻ്റെ എനിക്ക് ആദ്യേ ശീലമായതല്ലേ, അതിങ്ങനെ പിന്നെ മനസ്സൊക്കെ കൊണ്ട് വരിക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിയാതെ പറഞ്ഞൊക്കെ പോകും. അല്ല, ഇജിപ്പോൾ ആരോടാ പറഞ്ഞത്? അല്ല റുക്കിയ, ആരെങ്കിലൊക്കെ വിളിച്ച് നന്നാക്കാൻ നോക്കിക്കോ. എന്നാൽ പിന്നെ പഠിച്ചോൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കുള്ള കൂലി കിട്ടും. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയണില്ലെങ്കിൽ ആരെങ്കിലും ചെയ്തോട്ടെ. ആടീ ആയിഷോ, എന്നോട് പറയാൻ. ഷമ്മാസിനെ ഒരു നിമിഷം റുക്കിയാത്ത നോക്കി. എന്താ, ഞാൻ പോണോ? ഞാൻ പോയിക്കോളാം, നിങ്ങൾ പറഞ്ഞോളി. അല്ല മോനെ, ഇജ്ജ് പോവൊന്നും വേണ്ട, അവിടെ ഇരുന്നോ. എന്തിനാ പോ? അല്ല റുക്കിയത്ത്, ഞാൻ പോയിക്കോളാം. അല്ല എൻ്റെ പൊന്നാരൻ്റെ ഐഷോ, എന്നോട് പറയാൻ. എനിക്ക് ഈ ക്ലാസ്സൊക്കെ കൂടി ഇങ്ങോട്ട് കേട്ടിട്ട് എൻ്റെ മനസ്സൊക്കെ ഇങ്ങോട്ട് വല്ലാത്തൊരു ഇടങ്ങാറ് ഇങ്ങോട്ട് വന്നു. ഞാൻ ചെയ്തതും പറഞ്ഞതും ഒക്കെ ഇങ്ങോട്ട് ആലോചിച്ചിട്ട് എൻ്റെ പൊന്നാരേ, എൻ്റെ മനസ്സിങ്ങോട്ട് പൊട്ടുകയാണ്. മരിച്ചു പോകുമ്പോൾ ആ മണ്ണൊക്കെ നമ്മളാണ്ട് കെടുത്തുമ്പോൾ, നമ്മളെ കവിളത്തുനിന്ന് ആ ഒരു തുണി മാറ്റി പച്ച മണ്ണ് കണ്ട് വെക്കുമ്പോൾ, നമ്മൾ ചെയ്ത കുറ്റങ്ങളും തെറ്റുകളും നമ്മൾ കാട്ടിക്കൂട്ടിയതിൻ്റെയൊക്കെ ശിക്ഷ ഖബറിന്നല്ല തുടങ്ങണത്. ഖബർ നമ്മളെ കിട്ടിയ സന്തോഷത്തിൽ ഒന്ന് ഇറക്കുന്നല്ല പറഞ്ഞത്. ഉസ്താദ് പറഞ്ഞത് ഇങ്ങോട്ട് കേട്ടിട്ട് പൊന്നാരെ, എനിക്കിങ്ങോട്ട് നമ്മൾ ചെയ്തതും പറഞ്ഞതൊക്കെ അതല്ലടി വലിയത്. മറ്റേതാണേ പറഞ്ഞത് പറ്റൂല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചവനോട് നമ്മൾ എന്ത് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോട് പറഞ്ഞാൽ പൊരുത്തപ്പെട്ട് തരും. പഠിച്ചവനെ പൊരുത്തമുണ്ട്, എനിക്കറിയായിട്ട് പറഞ്ഞതാണ്. അള്ളാ, ഞാനങ്ങനെ ചെയ്ത. പക്ഷെ ഒരാളെ പറ്റി പറഞ്ഞാലാണല്ലോ ഡീ വല്ലാത്ത, എനിക്ക് അത് ആലോചിച്ചിട്ടാണ്. ഏതായാലും പഠിച്ചവൻ പുറത്തേറ്റ് നമ്മൾ എത്ര പറഞ്ഞിട്ടുണ്ടാവും. ആ ഒന്നും സാരമില്ല റുക്കിയ, ഇജ് പഠിച്ചവനോട് നല്ലോണം തോരുന്നോ, കണ്ടോ കേട്ടോ പറയാതിക്കുക. അതന്നെയാണ് ഒരാൾ. നമ്മളിപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ചവനോട് പറഞ്ഞാൽ നമുക്ക് പുറത്ത് തരും. പഠിച്ചവനെ ഞാൻ ഇനി തെറ്റ് ചെയ്തിക്കണ്, എനിക്ക് നീ പുറത്ത് കൊണ്ടാ. പക്ഷെ ഒരാളെ പറ്റി പറഞ്ഞതാണ് നമുക്ക് വലിയത് വരിക. ആ എൻ്റെ എടീ, എന്നോട് എനിക്ക് പറയാൻ ഒരു കാര്യമുണ്ട്. എന്തേ റുക്കിയ? എടീ, എന്നോട് എനിക്ക് പറയാനേ എന്താന്ന് വെച്ചാൽ, ഞാനിപ്പോൾ നാളിപ്പോൾ ബൈക്കിൽ നിന്ന് ഒരു ദിവസം ഞാൻ ഇവിടുത്തെ വല്യമ്മരോളെ കണ്ടീനു. ഞാൻ എന്നോട് നാൾ പറഞ്ഞില്ലേ, അന്ന് ഇച്ച് പറഞ്ഞല്ലോ, ഓളോരോന്ന് കാട്ടിക്കൂട്ടി പോയതല്ലോ, ഓളോളം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതുമാണ്. ഞാൻ വാസന കുറേ ഇറങ്ങാറങ്ങി പോയതെന്നൊക്കെ പറഞ്ഞു. പൊന്നാര പെണ്ണേ, എന്നോട് എനിക്ക് പറയാം, ഓളെ ഗതി ഇപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടിലൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ ഓളോട് ഏതായാലും ഈ ഒരു കാര്യത്തിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു ക്ലാസ് ഒക്കെ ഉണ്ട്, വേണമെങ്കിൽ പോരെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓൾ പോന്നക്കട എന്താ ഇല്ലയൊന്നും അതൊന്നും എനിക്കറിയില്ല. ഏതായാലും ഞാൻ പറഞ്ഞോ കൊടുത്തീനോ. ഒരു നിമിഷം ഐഷുമ്മ, അല്ല റുക്കിയ, ഓളിപ്പോൾ എവിടെയാണ്? അതൊന്നും എന്നോടിപ്പോൾ ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഓളെ കണ്ടുമുട്ടി എവിടെ താമസിക്കണമെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ വേറെ ആൾക്കാരൊപ്പാണോ അതും എനിക്കറിയില്ല. ഏതായാലും ഞാൻ പറഞ്ഞൊക്കെ കൊടുത്തീനോ. ആരെങ്കിലും നന്നാളോട്ട് വിചാരിച്ചിക്കാണ്ടേ. റുക്കിയ, ആദ്യം നമ്മൾ സ്വയം നന്നാകുക, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കുക. അത് കേട്ടപ്പോൾ റുക്കിയാത്താക്ക് വല്ലാത്തൊരു വിഷമായി. അല്ല യശോജ് എന്തേ പറയണത്? എനിക്കടി നന്നാകാനുണ്ട്, കഴിയണില്ല. അതൊക്കെ നന്നാവും. നമ്മളിപ്പോൾ ഇന്ന് കുറച്ച് ഒറ്റയടിക്കുന്നല്ല, കുറച്ചീച്ച അങ്ങനെയാണ് മാറ്റിയെടുക്കണ സ്വഭാവമൊക്കെ.
ഏതോലും ആട്ടെ, ഞാൻ ഓളെ എണ്ണയൊക്കെ പോട്ടെ. നുസിയബാ, ആ ഇക്കകത്ത് വന്നോ? നുസൈബ, എടി കുഴപ്പമൊന്നുമില്ലല്ലോ, പനിയൊന്നുമില്ലല്ലോ? ഇല്ല ഇല്ല. തേക്കല്ലേ, കുട്ടി അവിടെ ഉറങ്ങിക്കോട്ടെ അല്ലേ, ഇനിയിപ്പോൾ ഒണ്ണാലും തന്നെ ഇവലൊക്കെ ഉണ്ടല്ലോ. അല്ല നുസൈബ, ഞാൻ എന്നോട് ചോദിച്ചട്ടെ, ഇവിടുത്തെ ആ പണിക്കുള്ള ഓളുണ്ടല്ലോ സമീറ, ഓൾക്ക് ആ മൂല്യരായിട്ട് എന്തേലും ബന്ധമുണ്ടോ? ഉള്ളത് തന്നെ അത്. റുക്കിയത്ത, അത് എനിക്കറിയില്ല. അല്ലടി, എന്നാലിപ്പോൾ ജി പെരി കഴിയണതന്നല്ലേ, എനിക്കിപ്പോൾ കുറച്ചൊക്കെ അറിയാക്കൂലല്ലോ. അതോ എൻ്റെ അമ്മായിമ്മ അതിന് കൂട്ടിക്കണുണ്ടോ? എനിക്കറിയില്ല റുക്കിയാത്ത അതിനെക്കുറിച്ചൊന്നും. പിന്നെ ഐഷു എന്ന് വെച്ചാൽ ചെറിയ കുട്ടിയല്ലേ, അവൾക്കൊരു ഉമ്മ വേണമെന്നുള്ളൊരു ആഗ്രഹം അത് പിന്നെ ഇല്ലാതിരിക്കൂലല്ലോ. പിന്നെ സെമിയറത്ത് നല്ലോണം നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇനി മനസ്സൊക്കെ അങ്ങനെ എന്തേ ഉണ്ടോ എനിക്കറിയില്ല. അപ്പോൾ വളം വെച്ച് കൊടുക്കുന്നത് ഐഷു തന്നെയല്ലേ? എൻ്റെ ഐഷുമ്മ ഏതായാലും വല്ലാത്തൊരു ജാതി തന്നെയാണ്. ചെറിയ എത്രങ്ങാനും പെൺകുട്ടികൾ ആ ഉസ്താനും വേണ്ടി വരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലിപ്പോൾ ഈ ഒരു പമ്പറന്നോളിപ്പോൾ കെട്ടേണ്ട ഒരു ആവശ്യമില്ലേനു. ഒന്നും എനിക്കറിയില്ല കേട്ടോ. അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. സത്യം പറയാൻ നുസൈബാക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവൾക്ക് പേടിയാണ് അങ്ങനെ കണ്ടതും കേട്ടതൊക്കെ പറയാൻ. ഒടുവിൽ നുസൈബ പറഞ്ഞു എന്നുള്ളൊരു വാക്കെങ്ങാനും വന്നു കഴിഞ്ഞാൽ, പഠിച്ചവനെ എന്തിനു തന്ന്, എൻ്റെ ഷാമോൻക്കാവൊന്നും ഇഷ്ടമല്ല. ഷാമോന് അങ്ങനത്തെ ഒന്നും കൂട്ടു നിൽക്കാത്ത ആളുമാണ്. നേരെ വാ നേരെ പോവെന്നുള്ള രീതിയിലാണ് ഷാമോന് നിൽക്കുക. അല്ലാതെ എന്താ നുസൈബറ്റൊന്നും ഉണ്ടാത്തത്? എനിക്ക് അറിയണ കാര്യങ്ങളാണല്ലോ. പെട്ടെന്ന് തന്നെ നുസൈബ പറഞ്ഞു, റുക്കിയത്ത പ്ലീസ്, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കൊന്നും പറയണമെന്നും ഷാമോൻക്കൊക്കെ ഇഷ്ടമല്ല. അതുകൊണ്ട് എനിക്കതൊക്കെ പറയാൻ പേടിയാണ്. അപ്പോൾ എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള കളി തന്നെയാണ് അല്ലേ? എന്ത്? ഒന്നും അറിയില്ല കേട്ടോ. നിങ്ങൾ ഒന്നും വിചാരിക്കൊന്നും വേണ്ട. ഇല്ല ഇല്ല, ഏതായാലും വന്ന് കെട്ടലും കഴിഞ്ഞു പറഞ്ഞ പോലെ ആയിപ്പോവും. സത്യം പറഞ്ഞാൽ സെമീറെ ഉസ്താദ് കെട്ടുന്നത് എന്തെന്നറിയില്ല, റുക്കിയാത്താക്ക് തീരെ ഇഷ്ടമല്ല. അതിപ്പോൾ ഇനിയിപ്പോൾ പറയേണ്ടി വരുമല്ലോ. എൻ്റെ റബ്ബേ, ഒരു മൂല്യരെ കിട്ടുക പറഞ്ഞാൽ എൻ്റെ മാപ്പിളാണെങ്കിൽ എന്നോ മരിച്ചു വയ്ക്കണ്. എനിക്കിതൊക്കെ കാണുമ്പോൾ ഒരു ഇടങ്ങാറാണ്, ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ ഒത്തു കളിച്ചണതൊക്കെ. ഏതായാലും ഒന്നുമില്ല, അത്രയും വയലുറണ മൂല്യരല്ലേ, അത്ര നല്ല മട്ടത്തിൽ ക്ലാസ് എടുക്കണ മൂല്യർക്കൊരു പെണ്ണിനോട് പ്രേമം. ആൾക്കാരറിഞ്ഞപ്പോൾ എന്തൊക്കെ കാട്ടിക്കോട്ടും ആർക്കറിയാം. പക്ഷേ ആൾക്കാർ ഞാൻ വിശ്വസിക്കൂല. അമ്മട്ട ആൾക്കാരെ കൈക്കലെടുത്തില്ലേ ഉസ്താദ്, അമ്മട്ടാണ്. എല്ലാവർക്കും വലിയൊരു തൃപ്തിയാണ് ആ മൂല്യരെ. ഇന്ന് ക്ലാസ് ഉണ്ട്, ഏതായാലും പോയി നോക്കാം. ക്ലാസ് ഒഴിവാക്കണമെന്ന് ഒരു പൊറുതിയേട്, എന്തൊക്കെ പറയണൊക്കെ ഒന്ന് കേൾക്കാലോ. എന്നാൽ ഈ സമയം അതാ ഫസീല ഹോസ്പിറ്റലിൽ കിടക്കുക തന്നെയാണ്. പലരും ചോദിച്ചു കൂടെ ആരുമില്ലേ, ഡോക്ടർ അടക്കം ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഡോക്ടർമാർക്കൊക്കെ എന്തൊക്കെയോ ഒരു വശപ്പിശക് അനുഭവിക്കുകയാണ്. കാരണം വെറുതെ ഒരു പെണ്ണിങ്ങനെ ആരുമില്ലാത്ത രീതിയിൽ നിൽക്കൂല. ആരുടെ നമ്പർ, ഫോണ് അതൊന്നും എനിക്കറിയില്ല. എൻ്റെ സ്വന്തം ആൾക്കാരുടെ നമ്പറൊന്നും എൻ്റെ അടുത്തില്ല. അവൾക്ക് ക്ഷീണം കൂടിക്കൂടി വരികയാണ്. എന്താണ് അസുഖമെന്ന് ഡോക്ടർമാർക്കൊന്നും മനസ്സിലാകുന്നില്ല. പനിയാണെങ്കിൽ വിടുന്നുമില്ല. ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി. പക്ഷെ ടെസ്റ്റിനൊക്കെ പുറത്തേക്ക് എഴുതുന്നുണ്ട്. ആരും ടെസ്റ്റ് ചെയ്യാനോ ഒന്നും കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ പല ടെസ്റ്റുകളും നടന്നുമില്ല. ഡോക്ടർ പറഞ്ഞു, അത് കൂടെ ഒരാൾ കൂട്ടിരിപ്പിനില്ലാതെ ഇവിടെ ഇത് ശരിയാവില്ല കേട്ടോ. ഡോക്ടറെ, എനിക്കാരുമില്ല, എന്നെ സഹായിക്കാൻ എനിക്കാരുമില്ല. എന്നാൽ പിന്നെ ഇവിടെ കിടക്കാം. ഇഞ്ചക്ഷനും മരുന്നൊക്കെ ഞങ്ങൾ ടൈമിന് തരും. അത് മാറിയിട്ട് അങ്ങ് തിരിച്ചു പോവുകയും ചെയ്യാം. അല്ലാതെ ആളില്ലാൻ എന്ത് ചെയ്യും? പക്ഷെ പെട്ടെന്ന് ചികിത്സ നടക്കും തോന്നുന്നില്ല. ഞങ്ങൾ വരും, ചികിത്സിക്കും, നോക്കും, അതൊക്കെ തന്നെ. എന്നാൽ ഫസീലയുടെ മനസ്സിൽ ഓരോ ചിന്തകൾ കടന്നു കൊണ്ടിരിക്കുകയാണ്. ഐഷുമ്മയെ ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ഐഷുമ്മ എൻ്റെ അവസ്ഥ അറിഞ്ഞാൽ എന്തായാലും ഐഷുമ്മ എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം തേടും. ഒരിക്കലും എന്നെ ഒന്നും ഇടങ്ങാറാക്കിയിട്ടില്ല. ഞാൻ അങ്ങോട്ട് കുറേ ചീത്ത പറഞ്ഞ് ഇടങ്ങാറാക്കിക്കണ് എന്നല്ലാതെ ഒരിക്കൽ പോലും എന്നെ ബുദ്ധിമുട്ടാക്കി ഒന്നും ചെയ്തിട്ടില്ല. പഠിച്ചോനെ, ഞാൻ അങ്ങോട്ടാണ് ചെയ്തത്. ഐഷുമ്മ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ഈ നരകയാതന, ഈ ഒരു ജീവിതം എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമായിരുന്നു. ശരിക്കും ഫസീല പഠിച്ചോനോട് തേടുകയാണ്, റബ്ബേ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്ത പാപിയാണ്, ദോഷിയാണല്ലോ. റബ്ബേ, ഇനി ഒരിക്കലും ഞാനൊന്നും ചെയ്യില്ല. അതിനുള്ള ഞാനിപ്പോൾ അനുഭവിക്കണുണ്ട്. ഒറ്റപ്പെട്ട് ഞാനിപ്പോൾ ആകെ ഇടങ്ങേറായി. എവിടെ ചെന്നാലും എനിക്ക് ചീത്തയും വാക്കുമാണല്ലോ. കമ്പനിയിൽ നിന്നും റൂമിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് അനുഭവിച്ചു.
എന്നാൽ അതിനിടയ്ക്ക് ആ ഒരു ഉസ്താദിൻ്റെ പ്രഭാഷണം കൂടി കേൾക്കാനിടയായപ്പോൾ ഞാൻ എൻ്റെ പഴയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു. റബ്ബേ, എന്തിനായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത്? എന്തിനാണ് എൻ്റെ പാവപ്പെട്ട ഭർത്താവിനെയും മക്കളെയൊക്കെ ഞാൻ ഉപദ്രവിച്ചത്? എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ആരുടെയൊക്കെ കൂടെ ജീവിച്ചു. ഒരിക്കൽ പോലും നവാസ്കയുടെ അരികിലേക്ക് ഇനി ഞാനില്ല. കാരണം ഞാൻ ചെയ്തത് ഭയങ്കര തെറ്റാണ്. അദ്ദേഹം എന്നെ ഒഴിവാക്കിയാലും ഇല്ലെങ്കിലും ഞാൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ ഞാനില്ല. പക്ഷെ എന്നാലും എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ ഉള്ള ജീവിതമൊന്ന് ജീവിച്ച് തീർക്കണ്ടേ? എനിക്ക് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് റബ്ബേ ഇവിടുന്ന്. അസുഖം എന്താണെന്ന് ഡോക്ടർമാർക്കും അറിയുന്നില്ല. എൻ്റെ ശരീരമാസകലം വേദനയാണ്. എനിക്ക് ദുനിയാവിൽ നിന്ന് പഠിച്ച റബ്ബ് തരുന്ന ശിക്ഷയാണിത്, വേറെ മറ്റൊന്നുമല്ല. അവൾ തേങ്ങിക്കരയുകയായിരുന്നു. അവിടെ നിന്ന് വിശക്കുന്നു വല്ലാതെ. ഓ, എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടി പോകുന്നുണ്ട്. എന്നാൽ ഭക്ഷണം അവൾക്ക് കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്തുള്ള അതാ മറ്റൊരു ഫാമിലി. ശരിക്കും അന്ന് കണ്ട ആ ഒരു ഫാമിലിയെ പോലെയല്ല ഇത്. കുറച്ച് ഹിന്ദുസ് തന്നെയാണ്, എന്നാൽ കുറച്ച് സമ്പത്തുള്ളവരാണെന്ന് തോന്നുന്നു. അവരുടെ കാട്ടിക്കൂട്ടുകളെ കണ്ടിട്ട് അതാണ് തോന്നുന്നത്. അവളുടെ മുമ്പിൽ നിന്ന് അവർ ഓറഞ്ച് പൊളിച്ച് തിന്നുമ്പോൾ ആ ഒരു സ്മെല്ല് അവൾക്ക് ഏൽക്കുകയാണ്. എനിക്ക് ഒരു ഇല്ല് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വരെ ആഗ്രഹിച്ചു പോയി. എന്നാൽ ഉച്ചക്കും അവർ നല്ല രീതിയിലുള്ള ഭക്ഷണമെല്ലാം ഹോട്ടലിൽ നിന്നോ എവിടുന്നോ അറിയില്ല വന്ന് കഴിക്കുന്നുണ്ട്. ആ സ്മെല്ലെല്ലാം കേട്ടിട്ട് അവൾക്ക് വിശപ്പ് ഒന്നുകൂടെ കൂടുകയാണ് ചെയ്തത്. പക്ഷേ എന്ത് ചെയ്യാൻ, എനിക്ക് ആരുമില്ലല്ലോ തരാന്. എന്നാൽ അവർ ബാക്കിയായ ചോറ് പുറത്തേക്ക് കൊണ്ടിടുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പെട്ടെന്ന് അവിടെ കിടക്കുന്ന ആ ഒരു സ്ത്രീയെ ശ്രദ്ധിച്ചു. അമ്മ, ആ സ്ത്രീക്ക് ഒരുപാട് നേരമായല്ലോ അവിടെ കിടക്കുന്നത്, അതിൻ്റെ കൂടെ ആരുമില്ലല്ലോ. ഭക്ഷണം വല്ലതും കഴിച്ചിക്കണാവോ? മോനായിരുന്നു അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്, കൂടെ അമ്മയുമുണ്ട്. മോനെ, അതൊന്നും നമ്മളറിയണ്ട. അതൊക്കെ വല്ല എന്ത് കേസാണെന്നറിയില്ല. നമുക്കതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പിന്നെ എന്ത് രോഗം അതും അറിയില്ല. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചോദിക്കും പറയും വേണ്ട. അമ്മ, അത് ഒരു സ്ത്രീയാണ് കിടക്കുന്നത്. എന്തെങ്കിലും ഒന്ന് വേണോ ചോദിച്ചു നോക്കി. നമ്മളുടെ അടുത്ത് കുറേ ഭക്ഷണം ഉണ്ടല്ലോ, അല്പം കൊടുത്താലോ? അതെ, ഭക്ഷണം കുറച്ച് ബാക്കിയുണ്ട്, വേണോ? നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ഒരുപാട് നേരമായല്ലോ അങ്ങനെ കിടക്കുന്നത്. എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചോറ് കൊണ്ടുവന്ന് ഇവിടെ ഉണ്ട്. ചോറും കറിയൊക്കെ ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ തരാം, അല്ലെങ്കിൽ ഒഴിവാക്കാൻ പോവാണ്. തൊട്ടിട്ടില്ല, ഒരു പൊതി ചോറ് ശരിക്കും ബാക്കിയുണ്ട്. എന്നാൽ ഫസീല അത് കണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട്. എന്നത് കഴിച്ചോളും. അമ്മ, അതൊന്ന് നിർത്തി കൊടുക്ക്. അവർക്ക് എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയണില്ല. ഓ, എൻ്റെ പൊന്നു മോനെ, ഇനിയിപ്പോൾ അവരെയും കൂടി എഴുന്നേറ്റിരിപ്പിച്ചിട്ട് എനിക്ക് ആ രോഗം പകരാനാണോ? അമ്മ, അവർക്ക് രോഗമൊന്നുമില്ല കാര്യമായിട്ട്. എന്ത് നിങ്ങൾക്ക് രോഗം? എനിക്കറിയില്ല. എനിക്കെൻ്റെ ശരീരമാസകലം വേദനയാണ്, പനിയാണ്, വേറൊന്നുമില്ല. ഓ, അല്ല, കൂടെ ആരുള്ളത്? കൂടെ ആരുമില്ല, എൻ്റെ കൂട്ടുകാർ ആരൊക്കെ കൊണ്ടുവന്നിട്ടതാണ് ഇവിടെ. ഓ, എന്നതാ ഈ ചോറ് കഴിച്ചോളൂ. ഫസീല ആർത്തിയോടെ ആ ഭക്ഷണം കിട്ടിയപ്പോൾ തീരെ ഭക്ഷണം കാണാത്ത പോലെ കഴിക്കുകയാണ്. അമ്മ, നന്നായിട്ട് വിശന്നിട്ടുണ്ട് കേട്ടോ. അവർക്ക് കഴിക്കണ കണ്ടില്ലേ? ഇതമ്മ, ഈ വെള്ളം കൊടുത്തേക്ക്. എടാ, അങ്ങനെ കൊടുക്കണ്ട. എന്ത് അസുഖക്കാരെ പറയാൻ പറ്റുമോ? എല്ലാം ഇങ്ങനെ നമ്മളിഷ്ടത്തിന് അങ്ങനെ കൊടുക്കാനൊന്നും പറ്റൂല. അത് കാരണം വലിയ മെഡിക്കൽ കോളേജ് പോലത്തെ സ്ഥലമാണിത്. ഇവിടെ ആകുമ്പോൾ പല രോഗികളും അങ്ങനെയൊക്കെ വരും. നമ്മളെ ക്ലാസ് കൊണ്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. അമ്മ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും മനുഷ്യരല്ലേ. എന്നത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിൽ വെള്ളം അതെടുത്ത് കൊടുക്ക്. വെള്ളം കുടിച്ചോളി. എനിക്ക് ഒരു മാറാരോഗമില്ല. എനിക്ക് എൻ്റെ മനസ്സും ശരീരവും ഒരുപോലെ തളർന്നാണ്. എന്താ കുട്ടിയെ, കുട്ടീനെ കൂട്ടിരിക്കാൻ ആരും ഇല്ലേ? വല്ലാത്തൊരു സ്ഥിതിയാണല്ലോ ഇത്. നിങ്ങളെ കണ്ടിട്ട് വലിയ ഇല്ലോടത്തെ മാതിരി ഉണ്ടല്ലോ, പക്ഷെ കൂട്ടിരിക്കാൻ ആളില്ല എന്ന് പറയുമ്പോൾ അത്ഭുതം തന്നെ തോന്നുന്നു. എൻ്റെ മോൻക്ക് ഇവിടെ പനിയായിട്ട് വന്ന് കിടക്കുകയാണ്. എനിക്കും പനി തന്നെയാണ് അമ്മ. പല പനികളും ഉണ്ടാവും. മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി, അങ്ങനത്തെ ഓരോരോ അസുഖങ്ങളുണ്ട്. അപ്പോൾ നല്ല ഇടപഴകൽ ഒന്നും പാടില്ലല്ലോ. അതിനുള്ള ഇവിടെ നെറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ജില്ലാശുപത്രി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നാൽ പിന്നെ പൈസയും കാര്യങ്ങളൊന്നും വേണ്ട. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാണ്. അല്ലാതെ ഞങ്ങൾ ഇവിടേക്കൊന്നും വരാറില്ല. ഞങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇവിടെ വന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോഴും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് പോലെ.
അമ്മ, എന്താടാ? അങ്ങനൊന്നും പറയണ്ട. ഇവിടുത്തെ ആളുകളൊക്കെ ഒരുപക്ഷെ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ ആയിരിക്കും എല്ലാവരും വരുന്നത്. നമ്മളും ബുദ്ധിമുട്ടായപ്പോഴല്ലേ ഇങ്ങോട്ട് വന്നത്, അതും കുറച്ച് ദിവസം കിടക്കേണ്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ പിന്നെ 10-14 ദിവസമൊക്കെ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രൈവറ്റിലാകുമ്പോൾ ഒരുപാട് ക്യാഷോ എന്നൊക്കെ വിചാരിച്ചിട്ടല്ലേ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൊണ്ട് വന്നതായിരിക്കും. അവരോടൊന്നും പറയണ്ട. ഇല്ല മോനെ, ഞാൻ പറയുന്നില്ല. അല്ല, എന്താ എനിക്ക് അവളോട് ഇത്ര വലിയൊരു സ്നേഹം കാണിക്കല്? അമ്മയോടില്ലാത്ത സ്നേഹമുള്ള? അല്ലമ്മ, എല്ലാവരും മനുഷ്യരല്ലേ, അങ്ങനെയല്ല എൻ്റെ അമ്മ പഠിപ്പിച്ചത്. അപ്പോൾ ആ സ്ത്രീ അവിടെ കിടന്നിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഭക്ഷണം കഴിക്കണില്ല, വെള്ളം കുടിക്കണില്ല, ആ കിടത്തങ്ങനെ കിടക്കല്ലേ. അപ്പം ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. എന്ന് കരുതിയിട്ട് എപ്പോഴും തിന്നാനും കുടിക്കാനും കൊടുക്കാനൊന്നും ആവില്ല കേട്ടോ. അമ്മ, ഞമ്മക്ക് കിട്ടുന്ന ഭക്ഷണത്തിൽ നിന്ന് അതിൽ നിന്ന് അല്പം കൊടുത്താൽ പോരെ? എന്താടാ നിനക്ക് ഇത്ര വരുത്? അവളെങ്ങനെയും ജീവിച്ചോട്ടെ, അനക്കെന്താ? അതൊക്കെ വേറെ പല കമ്പനി ഉണ്ടാവുമെന്നും പറയാൻ പറ്റൂല. അവരുടെ പിന്നിലൊക്കെ ആരൊക്കെ ഉണ്ട് ആർക്കറിയാം. പലരും വെറുതെ ഒന്ന് അഡ്മിറ്റ് ആയി കിടക്കും, അങ്ങനെയുണ്ടല്ലോ. അമ്മ, അവരുടെ മുഖത്ത് നോക്കിയാൽ അറിയില്ലേ അതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ. എന്നാൽ ഫസീല കരയുകയാണ്. ഞാൻ ഏത് നിമിഷവും മരണപ്പെട്ടു പോവും എന്നുള്ള ഒരു ചിന്ത അവളിൽ വന്നിരിക്കുന്നു. അവൾ കഴിഞ്ഞു പോയ തൻ്റെ തെറ്റുകളെക്കുറിച്ച് ഓർക്കുകയാണ്. എൻ്റെ ഭർത്താവ് എന്നോട് പൊരുത്തപ്പെട്ടു തരുമോ ആവോ? എൻ്റെ ഭർത്താവ് എന്നെ ഒഴിവാക്കിയിട്ടുണ്ടാവും, അതെനിക്ക് ഉറപ്പുണ്ട്. ഒഴിവാക്കിയാലും ഇല്ലെങ്കിലും ഞാൻ ചെയ്ത പാപങ്ങൾ, ഞാൻ ചെയ്ത കുറ്റങ്ങൾ അതെല്ലാം എനിക്ക് പൊരുത്തപ്പെട്ടു തരുമാവോ? എനിക്ക് ഐഷമ്മയോട് ഒന്ന് പൊരുത്തപ്പെടിപ്പിക്കണമായിരുന്നു. അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചതായിരുന്നു. എന്താ ചെയ്യുക, അന്ന് തന്നെ എനിക്ക് അസുഖം വന്നു റബ്ബേ. എന്നാൽ അതാ ഫസീലയുടെ കൂട്ടുകാരികൾ ഫസീലയെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. അല്ല, ഫസീല പിന്നെ ക്ലാസ്സിനും വന്നിട്ടില്ല, ഒന്നുമില്ല, വിളിയില്ല, ഒന്നുമില്ല. ഒന്ന് വിളിച്ചു നോക്കാം. ഫോണിലേക്ക് വിളിച്ചു നോക്കിയപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അങ്ങനെ ഫസീലയുടെ ആ 2 കൂട്ടുകാരികൾ, എടി നമുക്ക് താമസ സ്ഥലത്തേക്കൊന്ന് പോയി നോക്കിയാലോ, അവിടെ ഉണ്ടാവുമായിരിക്കും. അവളൊരു ലോഡ്ജിൽ ഒരു മുറിയിൽ ഒരുപാട് ആളുകൾ തിങ്ങി താമസിക്കുന്നതിൽ താമസിക്കുന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു. അന്ന് തന്നെ കൂട്ടുകാരികളതാ ആ റൂമിലേക്ക് എത്തുന്നു. അതെ, ഫസീല എന്ന് പറഞ്ഞ്, ഫസീലേ? ഏത് ഫസീല എന്ന് ഒരു പെണ്ണ് ഇവിടെ താമസിച്ചിരുന്നല്ലോ. ആ, ഇവിടെ താമസിച്ചിരുന്നോ? പക്ഷെ ഇപ്പം എവിടെ അറിയില്ല, അവൾ ഇടയ്ക്കിടയ്ക്കൊരു മുങ്ങലാണ്. അതുകൊണ്ട് ഞങ്ങൾ അന്വേഷിക്കാനൊന്നും പോയില്ല. പിന്നെ അവളെ കാര്യത്തിൽ കുറച്ച് ഈ റൂമിലുള്ളവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അവൾ. അതുകൊണ്ട് ഇനി ഇറങ്ങിപ്പോയോ അറിയില്ല, ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല അതിനെക്കുറിച്ച്. ഫസീല എവിടെയായിരുന്നു? ആ, അവളൊരു മസാലപ്പൊടിൻ്റെ കമ്പനിയിൽ ജോലിക്ക് പോയിരുന്നു. എവിടേക്ക് പോയി അതൊന്നും ഞമ്മക്കറിയില്ല. ഇനിയും ദയവായി ആ അസത്തിനെ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരരുത്, അപേക്ഷയാണ്. കാരണം മൊത്തത്തിൽ എല്ലാം കൊണ്ടും വലിയ പ്രശ്നം തന്നെയാണ്. അവൾ ആൾ ശരിയല്ല, അവളെ കൂട്ടത്തിൽ നിർത്താൻ പറ്റൂല. അല്ലടി, അവളന്ന് ക്ലാസ്സിനൊക്കെ പോന്നിട്ട് പിന്നെ ഇപ്പം എന്തായി ഏതായി ഒന്നും അറിയണില്ലല്ലോ. ഓള് നന്നായിക്കണോ അതോ ഇനിയിപ്പോൾ മറ്റു ആരുടെയും കൂടെ പോയിക്കണോ ഒന്നും അറിയില്ല. അല്ല, ഓലും എവിടെ പറഞ്ഞത്? മസാലപ്പൊടിൻ്റെ കമ്പനിയല്ലോ, അവിടെയൊക്കെ ജോലി എന്നല്ല പറഞ്ഞത്. കൂട്ടുകാരികൾ നിരാശയോടെ മടങ്ങി. ഉസ്താദിൻ്റെ ക്ലാസ് കേട്ടിട്ട് നമ്മളൊക്കെ എങ്ങനെ നടന്ന പെണ്ണുങ്ങളായിരുന്നു. ഇപ്പം ഞമ്മക്കൊക്കെ ഒരു സന്തോഷം എന്തൊക്കെ തോന്നണില്ലേ? ആടി, നമുക്ക് നന്നാകണം. നമുക്ക് നന്നായി നടന്നാൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാം. എന്താ നീ ഇനിയിപ്പോൾ പർദ്ദ ഹിജാബൊക്കെ ഇടുകയാണോ? എൻ്റെ മനസ്സിൽ തോന്നുകയാണ്. ഉസ്താദ് പറഞ്ഞ ആ ഒരു വാക്ക് കേട്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നുകയാണ്. നമ്മൾ നല്ല അടിപൊളി മോഡേണായൊക്കെ നടന്നല്ലോ, ഇനിയെങ്കിലും നല്ല രീതിയിൽ മോഡലൊക്കെ ഒഴിവാക്കിയിട്ടേ നല്ല ആളുകളായിട്ട് പർദ്ദയും ഹിജാബൊക്കെ ഇട്ട് അണിഞ്ഞ് നല്ല മനസ്സോടുകൂടി ഈ ഭാഗത്തൊക്കെ ചെയ്ത് ജീവിക്കണം, എല്ലാവരെയും സഹായിച്ച്. അങ്ങനെ ആവുമ്പോൾ അതുതന്നെ ആയിരിക്കും ഏറ്റവും നല്ലത്, അല്ലേ? ഫസീലയുടെ കൂട്ടുകാരികൾക്ക് നല്ല ചിന്ത വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് അവർ നന്നാകുമായിരിക്കും. എന്നാൽ ഫസീലയെ കൂടി അതിലേക്ക് കൂട്ടണമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ ഫസീലയെ അവർ കാണുന്നില്ല, താമസ സ്ഥലത്തും ഇല്ല. എന്നാൽ ഈ ഫസീലൻ്റെ ഒരു കാര്യമല്ലേ, സ്വന്തം ഭർത്താവിനെ വിട്ട് വേറെ ഏതൊക്കെ ഒരുത്തൻ്റെ കൂടെ പോയി കുറേ കാലം അതിൻ്റെ കൂടെ താമസിച്ച് കുട്ടികളെ മക്കളൊക്കെ ഒഴിവാക്കി അങ്ങനെയൊക്കെയല്ലേ ജീവിച്ചതാണല്ലോ ആ പെണ്ണ്. ആ പെണ്ണിന് നല്ല ബുദ്ധി കൊടുക്കട്ടെ ഇനിയെങ്കിലും ഒന്ന്. ഫസീലയുടെ കൂട്ടുകാരികൾ അത് പറയുകയാണ്. ഫസീലയെ അവർ കണ്ടെത്തുമോ? ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുമോ? ഫസീല നന്നാകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നാൽ അതിനിടയ്ക്ക് ഫൈസി ഉസ്താദ് ചിലത് തീരുമാനിക്കുകയാണ്. ഒരുപാട് പ്രപ്പോസൽസ് വരികയാണ്, വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ചിടെങ്കിലും ചെയ്യണം, അല്ല എന്നുണ്ടെങ്കിൽ സംഭവം എന്തെങ്കിലുമൊക്കെ ആളുകൾ
ഒന്നിനും മടിക്കൂല. അതുകൊണ്ട് കാരണം ഒരുപാട് രീതിയിലാണ്. പറ്റുന്നുണ്ടെങ്കിൽ സമീറാൻ്റെ അടുത്ത് പോയിട്ട് ഐഷമ്മയോട് പറഞ്ഞ് നിക്കാഹ് അങ്ങ് ഉറപ്പിച്ചിരണം. ഡേറ്റ് ഫിക്സ് ആക്കിയില്ലെങ്കിലും അതെ ഉറപ്പിക്കണം. ഞാൻ അവളെ കെട്ടാൻ തയ്യാറാണെന്ന് ഐഷമ്മയോട് എനിക്ക് തുറന്നു പറയണം. എന്നാൽ പിന്നെ ഉറപ്പായല്ലോ, കൂടുതൽ പ്രപ്പോസൽസ് ഒന്നും പിന്നെ വരില്ല. ഇൻഷാ അല്ലാ കഴിയുമെങ്കിൽ നിക്കാഹ് കഴിച്ചിരണം. ഫൈസി ഉസ്താദിൻ്റെ മനസ്സിലെ ചിന്ത അതായിരുന്നു. നാളെ ഭക്ഷണത്തിന് വേണ്ടി പോകുമ്പോൾ ഇൻഷാ അല്ലാ തീർച്ചയായും ഈ ഒരു കാര്യം ഐഷമ്മയോട് പറയണം. പക്ഷെ എങ്ങനെ പറയും? പറയുമ്പോഴും ഒരു നാണം തോന്നുന്നു, പറയാതിരിക്കുമ്പോൾ അത് വലിയൊരു അപകടമായിട്ടും തോന്നുന്നു. പറയാതിരുന്നാൽ ഒരു പക്ഷേ ഒരുപാട് ആലോചനകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. എനിക്കാണെങ്കിൽ ഒന്നിനും താല്പര്യമില്ല. എൻ്റെ പൊന്നു മോളെ ആരാണ് നോക്കുന്നത്? അവളെ വിവാഹം കഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ ഐഷമ്മ പറഞ്ഞ സ്ഥിതിക്ക് സമീർ തന്നെയാണ് എനിക്ക് ഏറ്റവും അനുയോജ്യയായ പെണ്ണ്. അതെനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ സുഹറ, എൻ്റെ പെണ്ണെ, നീ എനിക്ക് സമ്മതം തന്നിരിക്കുന്നു സ്വപ്നത്തിൽ. അതെ എൻ്റെ പെണ്ണെ, നാളെ ഇൻഷാ അല്ലാ ഞാൻ ഈ ഒരു കാര്യം പറയുവാൻ വേണ്ടിയിട്ട് പുത്തൻ വീട് തറവാട്ടിലേക്ക് പോവുകയാണ്. ഇൻഷാ അല്ലാ. അല്ലാഹുവേ നീ തുണക്കണേ അല്ലാ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.